കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മറ്റന്നാൾ അദ്ദേഹം ഇവിടെ ഒരു മഹാറാലിയെ അഭിസംബോധന സംസാരിക്കും. ആ റാലിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് പ്രധാനമായിട്ടും ഇവിടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയത്. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല 20 നിയോജകമണ്ഡലത്തിലും റുട്ടീനായിട്ട് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇത്തരം യോഗം 20 നിയോജകമണ്ഡലത്തിനകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഒന്നുകൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനും വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ ഇത്തരം ഒരു അടിയന്തരമായ യോഗം വിളിച്ചു കൂട്ടിയത്. അത് പ്രധാനമായിട്ട് ഞാൻ ആവർത്തിക്കുന്നു, രാഹുൽജിയുടെ മറ്റന്നാൾ സന്ദർശനം, അതോടനുബന്ധിച്ചുള്ള വൻപിച്ച റാലി, ആ റാലി വിജയിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും ചിട്ടയായിട്ടും ഇവിടെ നടക്കുന്നുണ്ട്. കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത്. ഈ പറയുന്നത് ഒന്നുമില്ല, എവറിത്തിങ് ഈസ് ബ്ലോൺ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. പരിധികൾക്കപ്പുറം എന്തോ തരത്തിൽ കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ്. ഇവിടെ അങ്ങനെ ഒരു അസ്വാരസ്യമില്ല. എല്ലാവരും ഐക്യത്തോടും അച്ചടക്കത്തോടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ ശശി തരൂർ വൻപിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അദ്ദേഹം വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? ആ സ്ഥാനാർത്ഥിയെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വ്യക്തി ആരുമാകട്ടെ, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടത് എവിടെയാണ്? ഒരിക്കലും ശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുൻപന്തിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്തും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ രാജ്യത്തുണ്ടായത് ഹിന്ദു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് മുൻപന്തിയിലാണ്. അത് മാറാട് കലാപമാകട്ടെ, അതല്ലെങ്കിൽ നിലക്കൽ സമരമാകട്ടെ, ഈ രാജ്യത്ത് എവിടെയെല്ലാം തന്നെ വിഭാഗീയത ഉണ്ടാക്കാൻ സാധിക്കുക ആ സമരങ്ങളുടെ മുമ്പിൽ നിന്ന മനുഷ്യൻ അദ്ദേഹമാണോ ലോക്സഭയിലേക്ക് പോകേണ്ടത്? അനന്തപുരിയിലെ ആളുകളെ നിങ്ങൾ തീർച്ചയായിട്ടും നിസ്സാരവൽക്കരിക്കരുത്. അവരെല്ലാം ചിന്തിച്ചെല്ലാം വിലയിരുത്തുന്ന ആളുകളാണ്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ഒന്നാം തരം പാർലമെൻറ്റേറിയൻ, ഒന്നാം തരം എഴുത്തുകാരൻ, അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള പ്രഭാഷകൻ. ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സിറ്റിസനാണ്. അദ്ദേഹം ഒരു വിശ്വപൗരനാണ്. അദ്ദേഹം അല്ലാതെ ആരാണ് അനന്തപുരിയെ പ്രധാനം ചെയ്തുകൊണ്ട് ലോക്സഭയിലേക്ക് പോകേണ്ടത്? അദ്ദേഹം വിജയിക്കും, ഞങ്ങൾക്ക് സംശയമില്ല. വൻപിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കും. അതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ നേതാക്കന്മാരുടെ ഈ യോഗമെന്ന് ഞാൻ പറയട്ടെ. യു ആർ മിസ്റ്റേക്കൺ. എല്ലായിടത്തും നിരീക്ഷകന്മാരുണ്ട്. നിരീക്ഷകന്മാരില്ലാത്ത ഏതൊരു നിയോജകമണ്ഡലമാണുള്ളത്? എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷകന്മാരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇനിയും നിരീക്ഷകന്മാർ വരും. എല്ലാ സ്ഥലങ്ങളിലും കാര്യങ്ങളെ നേരിൽ കാണാൻ, ഓവർസീ ചെയ്യാൻ നിരീക്ഷകന്മാരെ അയക്കുക എന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട് 1952 ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുതൽ ഞങ്ങൾ എപ്പോഴും ഒരു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗം മാത്രമാണത്. ബാലാക്കോട്ട് വ്യോമ ആക്രമണത്തെക്കുറിച്ചും അതുപോലെ പുൽവാമ ആക്രമണത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ നന്നായിട്ട് സമൂഹം ചർച്ച ചെയ്താണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളില്ല. കൃത്യമായ നടപടികളോടുകൂടിയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ശശി തരൂർ വലിയ വിജയത്തോടുകൂടി വലിയ വിജയം സ്വന്തമാക്കും തുടങ്ങിയ കാര്യങ്ങളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്.